ഇന്ന് എന്ത് മെസ്സേജാണ് മാലാഖമാർ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതെന്ന് നോക്കാം. എൻ്റെ എനർജി കണക്റ്റ് ചെയ്ത് വരുന്നവർക്ക് എന്ത് മെസ്സേജാണ് തരുന്നത്? പോസിറ്റീവായിട്ട് ഇരിക്കുക. പോസിറ്റീവിനെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക, അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്ത് എനർജിയാണ്, എന്ത് മെസ്സേജാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു നായിക് ഇന്ദ്രജിത്ത് പഞ്ചനാഥ. ട്രസ്റ്റ്. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിനെ വിശ്വസിച്ചാൽ യൂണിവേഴ്സ് നമുക്ക് പലതും തരുന്നതാണ്. പല പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയി കഴിഞ്ഞു. അതിൽ നിന്ന് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഉറപ്പാണ്. സർവ്വതും യൂണിവേഴ്സൽ സമർപ്പിച്ചാൽ അതിൻ്റേതായ സമയത്ത് നമുക്ക് യൂണിവേഴ്സ് ഫലങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ്, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. പീസ്ഫുൾ റെസൊല്യൂഷൻ. സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, സമാധാനപരമായിട്ട് നമ്മൾ കാര്യങ്ങൾ കണ്ടു പോകുമ്പോൾ നമ്മളിലേക്ക് ആരാണോ കണക്റ്റ് ആവുന്നത് അവർ നമ്മളിലേക്ക് കണക്റ്റ് ആവുകയും നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് കിട്ടുകയും ചെയ്യും. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഈ എനർജി കണക്റ്റ് ചെയ്തു വരുന്നവർക്ക് അടുത്ത 5-6 ആഴ്ചകൾക്കുള്ളിൽ പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതിനുള്ള വഴി തുറന്ന് കിട്ടുന്നതായിരിക്കും. റിമെയിൻ പോസിറ്റീവ്. വീണ്ടും പറയുന്നു, പോസിറ്റീവായിരിക്കുക. നെഗറ്റീവ് തോട്ട്സിനെ വിട്ടുകളയുക. നെഗറ്റീവായിട്ടുള്ള ഒന്നും നമ്മൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതെനിക്ക് കിട്ടുമോ, അതങ്ങനെയല്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ അതുപോലുമല്ല. എനിക്കത് കിട്ടിക്കഴിഞ്ഞു, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് എനിക്കത് കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്താണ് നേടാൻ പോകുന്നതെന്നുള്ള ഒരു തോട്ടിലേക്ക്, ആ ഡ്രീംസിലേക്ക് നിങ്ങളെല്ലാവരും വരിക. ഗെറ്റ് മോർ ഇൻഫർമേഷൻ. ധാരാളം അറിവുകൾ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ആ അറിവുകൾ മറ്റുള്ളവർക്ക് നന്മ നിറഞ്ഞതായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്ന തരത്തിലുള്ള പല അറിവുകളും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. വിക്ടറി ഓവർ എനിമീസ്. നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ വിജയം നേടും. ആരാണോ നിങ്ങളുടെ ശത്രുക്കളായിരുന്നത് അവരിൽ നിന്നുള്ള ഒരു വിജയം നിങ്ങളിലേക്ക് അടുത്തു കഴിഞ്ഞു. യു വിൽ ഗെറ്റ് ദ ജോബ് ഡൺ. ജോബ് ഇല്ലാതിരുന്നവർക്ക് എന്തായാലും ചെറിയതായിരുന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്കൊത്ത, നിങ്ങളെ പഠനത്തിനൊത്ത ആ ഒരു ജോലി ഉടനെ തന്നെ കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അതിനുള്ള അഫർമേഷനായിട്ട് കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും അത് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു ദീർഘ ജീവിതമാണ് ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ലൈഫ് ഈസ് യുവർ ടീച്ചർ. ലേൺ ആൻഡ് സീക്ക് ബെറ്റർമെൻറ്റ്. അതായത് ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അധ്യാപികയെ പോലെയാണ്. പല പാഠഭാഗങ്ങളും അതിൽ കൂടെ പഠിപ്പിച്ചു വിടേണ്ടതും പഠിച്ചു പോകേണ്ടതുമാണ്. ശ്രദ്ധയോടുകൂടി നമ്മൾ ആ പാഠഭാഗങ്ങൾ പഠിച്ചു പോയാൽ വിജയം സുനിശ്ചിതമാണ്. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും ചെയ്യുന്ന സമയം, അത് നമ്മളിലേക്ക് വരുന്ന ആ സമയം നമ്മൾ
തുറന്ന മനസ്സോടെ ഇരിക്കുക. എന്താണ് സ്വീകരിക്കേണ്ടതെന്നും എന്താണ് കളയേണ്ടതെന്നും ആ മനസ്സിൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു ഗുരു ഉണ്ട്. ആ ഗുരുവിനെ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യം എടുക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ നമ്മളിലേക്ക് വരികയുള്ളൂ. ശിവാസ് ആൻഡ് പാർവതീസ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഹാർമണി. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇനി അടുത്ത് വരാൻ പോകുന്നത്. റിലേഷൻഷിപ്പിൽ എന്താണ് നോക്കാം. സ്നേഹത്തിൽ ഫാളിങ് ഫാസ്റ്റ്, ലവ് ഹാപ്പൻസ് ക്വിക്ക്ലി. സ്നേഹം എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നതാണ്. ബട്ട് ഡോണ്ട് ലോസ് യുവർ സെൽഫ് ഇൻ ദ പ്രോസസ്. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. സത്യമായിട്ടുള്ള സ്നേഹം മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. സാക്രിഫൈസ്, ലവ് മെനി സാക്രിഫൈസ്. സ്നേഹം എന്ന് പറയുന്നത് വളരെ ത്യാഗം നിറഞ്ഞ സാക്രിഫൈസ് ആയിട്ടുള്ള ഒന്നാണ്. ഇവാലുവേറ്റ് വാട്ട് യു ആർ വില്ലിങ് ടു ഗീവ് അപ്പ്. അതെന്ത് നൽകുമെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്പാർക്സ്, കീപ് ദ സ്പാർക്സ് ഫ്ലൈയിങ്. സർപ്രൈസ് ഈച്ച് അതർ വിത്ത് ജെസ്റ്റർ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ ഒരു തീപ്പൊരി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് നല്ലൊരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. പ്രകൃതി നിങ്ങളെ അതിലേക്ക് ഒരുക്കിയെടുത്തിട്ടുണ്ട്. അത് അനുഭവിച്ച് അറിയുന്നതാണ്. കരിഷ്മ, ലവ് ഫ്ലോസ് ടു യു. അതെ, സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിലായിരിക്കാം, ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം, അതുപോലെ തന്നെ മറ്റ് റിലേഷൻഷിപ്പിലായിരിക്കാം, സ്പിരിച്വാലിറ്റിയിലായിരിക്കാം. ഏത് തരത്തിലാണോ നിങ്ങൾക്കത് ഉപയോഗപ്രദമാകുന്നത് ആ രീതിയിലുള്ള ഒരു സ്നേഹമാണ് ഇവിടെ വരുന്നത്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലരുടെ നിന്നും പല പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ച് മുന്നേറുമ്പോൾ നെഗറ്റീവായിട്ടുള്ളതിനെ കളയാൻ നമ്മൾ പഠിക്കണം. ആരിൽ നിന്ന് പോലും ഓരോ വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മൾ ആരെയും മുറിവേൽപ്പിക്കാതിരിക്കുക. ഒരു നോട്ടം കൊണ്ട് പോലും. പല ചേഞ്ചസും നമ്മുടെ ജീവിതത്തിൽ വരാം. പോസിറ്റീവായതിനെ മാത്രം നമ്മൾ അട്രാക്റ്റ് ചെയ്യുക. നമ്മുടെ ജീവിതം ധന്യമായി തീരുന്ന ഒരു നിമിഷം നിങ്ങളിലേക്ക് വന്നുവിടാം. മൊമെൻറ്റ് ടു മൊമെൻറ്റ്, ഈ പ്രസൻറ്റ് ലൈഫിൽ നമ്മൾ ജീവിക്കുക. ഒരു നിമിഷം, ആ ദിവസം ഫ്യൂച്ചറോ പാസ്റ്റോ നോക്കേണ്ടതില്ല. നമ്മൾ ഈ ഡെയിലി തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇന്നസെൻസ്, അതെ, ഒരു സത്യസന്ധതയോടുകൂടി ഉള്ള ഒരു ജീവിതമായിരിക്കും. തുറന്നൊരു കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ അതിലേക്ക് പോകുന്ന ഒരു ഡേ ആയിരിക്കും. കംപ്ലീഷൻ, എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് അടുത്തതിലേക്കുള്ള ഒരു യാത്രയാണ്. മനസ്സിന് തുറന്നൊരു സന്തോഷം തരുന്ന ഒരു ദിനം. ചിലരുടെ എനർജി ഇത് കണക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ലേസിനെസ്, ചിലർ മടി പിടിച്ച് കിടക്കുന്ന ഒരു എനർജിയും വന്നിട്ടുണ്ട്. ഞാനിതൊന്നും ചെയ്യണ്ട, നാളത്തേക്കായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കും. പക്ഷെ അതങ്ങനെ മാറ്റിവെക്കപ്പെടേണ്ടതല്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. സോറോ, ചിലരുടെ എനർജി കണക്ട് ചെയ്ത് ചില സങ്കടങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ ലേസിനെസ്സും വന്നിട്ടുണ്ട്. ആ സങ്കടങ്ങളെയെല്ലാം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർക്കുമ്പോൾ മനസ്സിന് ചിലരുടെയെങ്കിലും ആശ്വാസം കിട്ടും. ആരും ഇല്ലാതെ ഒറ്റയ്ക്കായിപ്പെട്ടവരുടെ കാര്യമാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. ആ സങ്കടങ്ങൾ മാച്ചുകളയുക. അവിടെ നമുക്കായി വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഈ പ്രപഞ്ചം നമ്മളിലേക്ക് തന്നെ പല കാര്യങ്ങളും എത്തിക്കുന്നതായിരിക്കും. ഒറ്റയ്ക്കാകുന്നവർക്ക് അവിടെ
ഭഗവാൻ കൂടെയുണ്ട്, മറ്റു ശക്തികൾ കൂടെയുണ്ട് നമ്മളെ പിടിച്ച് മുന്നിലോട്ട് ഉയർത്താനായിട്ട്. മൊറാലിറ്റി, ജീവിതത്തിലെ ആ ധന്യമായ നിമിഷങ്ങൾ. എന്താണ് മൊറാലിറ്റി എന്ന്, പവിത്രത, അതറിഞ്ഞ് നമ്മൾ പോകുന്ന ഒരു ഡേ അല്ലെങ്കിൽ അടുത്ത എനർജി ആയിരിക്കും. ദ ബുക്ക് ഓഫ് ആൻസേഴ്സിൽ നിന്ന് എന്ത് മെസ്സേജാണ് ഇന്നത്തെ ദിവസം നൽകാൻ പോകുന്നതെന്ന് നോക്കാം. താങ്ക് യു നായിക് ഇന്ദ്രജിത്ത്. ഇന്ന് എന്ത് മെസ്സേജാണ് നൽകാൻ പോകുന്നത്? യെസ്, ബട്ട് ഡോണ്ട് ഫോഴ്സ് ഇറ്റ്. അതെ, മറ്റുള്ളവരെ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമല്ല ഇതിനെ. എന്താണോ ആഗ്രഹം അത് നമ്മൾ സ്വയം തീരുമാനിക്കുക. ആരെയും നിർബന്ധിച്ച് നമ്മൾ ഒന്നിലേക്കും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആരാണോ കണക്റ്റ് ചെയ്യുന്നത്, ആർക്കാണോ ആവശ്യം, അവരിലേക്ക് ഇത് എത്തപ്പെടുക തന്നെ ചെയ്യും. നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും പോസിറ്റീവായ റീഡിംഗ് ആയിരിക്കട്ടെ ഇത്. പോസിറ്റീവിനെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക, നെഗറ്റീവിനെ വിട്ടുകളഞ്ഞേക്കുക. ഇനിയും ഇന്ദ്രാസ് ഫ്യൂച്ചർ ടാരോട്ട് റീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ വിഷമഘട്ടങ്ങളും ഈ റീഡിങ്ങിലൂടെ കാണുന്നവർക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. വിശ്വസിച്ച്, ഞാൻ പ്രപഞ്ചത്തിനെയും എൻ്റെ മകനെയും വിശ്വസിച്ച് ഞാൻ ചെയ്യുന്ന ഈ റീഡിങ് പലരുടെ കാര്യങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രം, ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ പിൻ കൊടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. I am sorry, please forgive me. I thank you all. I love you all.